എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം. കുടുംബശ്രീ കുടുംബമേളയുമായിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേരളത്തിന്റെ സ്വന്തം സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലെ മാള എന്ന് പറയുന്ന സ്ഥലത്താണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മാളയിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ എന്താണ് പ്രധാന ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് അറിയാൻ സാധിച്ചത് മറ്റുള്ള കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അംഗൻവാടികളിലൂടെ എല്ലാം സപ്ലൈ ചെയ്യുന്ന അമൃതം പൊടിയുടെ യൂണിറ്റ് ഉണ്ട്, LED ബൾബിൻ്റെ യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവരുടെ സ്വന്തം നാട്ടിൽ കൃഷി ചെയ്യുന്ന ആലത്തൂർ എന്ന് പറയുന്ന റൈസിൻ്റെ ഉൽപ്പാദനവും വിപണനമുണ്ട്. കുറച്ചുകൂടി കൂടുതൽ നമുക്കറിയാനായിട്ട് ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ മിസ്റ്റർ KV ജ്യോതിഷ് കുമാറിനെ വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നിങ്ങളുടെ പരിപാടികൾ? മാളയിൽ പ്രധാനമായിട്ടും നമ്മളുടെ കുടുംബശ്രീ യൂണിറ്റുകൾ ചെയ്തു വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ കുടുംബശ്രീ അയൽക്കൂട്ട ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടെ വരുമാന വർധനവിന് ഉതകുന്ന രീതിയിലേക്കുള്ള സംരംഭങ്ങളും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളും സജീവമായിട്ട് ഇടപെട്ട് അവർ പ്രവർത്തിച്ചു വരുന്നു. ബാലസഭാ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടത്തി വരുന്നുണ്ട്. കാർഷിക മേഖലയിൽ JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ മാള ബ്ലോക്കിലെ ഈ 5 CDSകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 200ഓളം ഹെക്ടർ സ്ഥലത്ത് അവർ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അന്നമനട പഞ്ചായത്തിലെ കാർഷിക ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ആലത്തൂർ റൈസ് അരി പുതുതായിട്ട് പാക്ക് ചെയ്ത് വിപണിയിൽ ഒരു സീസണിൽ എത്ര ടൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? 400ഓളം ടൺ നെല്ലിൻ്റെ ഉൽപ്പാദനം ഈ മേഖലയിൽ നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകരുടെ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് എല്ലാ ഇതിൻ്റെ ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇവിടുത്തെ ചെയർപേഴ്സൺസ് ഇവിടെ ഉണ്ടല്ലോ, ചെയർപേഴ്സൺമാരിവിടെ ഉണ്ട്. അവരെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ എല്ലാ സ്ഥലത്തെയും ചെയർപേഴ്സൺസ് ഉണ്ട്, അവരോട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം തന്നെ പേര് പറയൂ. എൻ്റെ പേര് വത്സല ചന്ദ്രബോസ്. ഞാൻ മാള CDS ചെയർപേഴ്സൺ ആണ്. ആദ്യത്തെ ടൈമാണ് ഞാനിപ്പോൾ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാന പരിപാടികൾ? ഞങ്ങളുടെ പ്രധാന പരിപാടി നേരത്തെ പറഞ്ഞ അമൃത ന്യൂട്രിമിക്സ് ഞങ്ങളുടെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് അത്. അതെ അതെ, വലിയൊരു സംഭവം. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണ അംഗൻവാടികളിലൂടെ എല്ലാം സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന അമൃതം പൊടി അത് എത്ര വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതാണ്? 3 വയസ്സ് വരെ അല്ലേ? പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാന നേട്ടം എന്ന് പറയുന്നത് LED ബൾബ്. പുരുഷന്മാരുടെ മാത്രം ആധിപത്യം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ. അത് വലിയൊരു സംഗതിയാണ് കേട്ടോ. ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു ഇതും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം മാള പഞ്ചായത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അനുമതി ഞങ്ങൾക്ക് പഞ്ചായത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പേരെന്താണ്? പേര് ജയഭാരതി മുരളി. അളൂർ CDS ചെയർപേഴ്സണാണ്. ഞങ്ങൾക്ക് 297 കുടുംബശ്രീയാണ് ആകെ ഉള്ളത്. അതിൽ 6000ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ ജെൻഡറിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ജെൻഡർ കോർണറും അതിനോടനുബന്ധിച്ച് കൗൺസിലിംഗ് സെൻ്ററും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കൃഷി നല്ല രീതിയിൽ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. താങ്ക് യു. അപ്പോൾ അടുത്ത ആൾ പരിചയപ്പെടാം. എന്താണ് പേരെന്താണ്? പേര് ഷിനി സുധാകരൻ. ഞാൻ അന്നമനട CDS ചെയർപേഴ്സണാണ്. അതുപോലെ അന്നമനട നല്ല കൃഷി മേഖലയാണ്, നല്ലോണം കൃഷിയുള്ള മേഖലയാണ്. ആലത്തൂർ റൈസ് അവിടെ നിന്നാണ്. ആ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. ആലത്തൂർ റൈസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് 50 രൂപ 1 കിലോയ്ക്ക്. പിന്നെ കാശേരണല്ലേ? അതല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത ആൾ പരിചയപ്പെടാം. എൻ്റെ പേര് റാണി എഫ്രേം. പൊയ്യ CDSൻ്റെ ചെയർപേഴ്സണാണ്. ഞങ്ങൾക്ക് മൈക്രോ ഫിനാൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട്. തയ്യൽ യൂണിറ്റ്, ആട് പോത്ത് ഇവയൊക്കെ വളർത്തുന്ന സംരംഭ യൂണിറ്റുകളുണ്ട്. 100 ഗ്രൂപ്പ് JLG കൃഷി ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ ഭാഗം മൊത്തം കൃഷി ഏരിയയാണ്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം.
4 പഞ്ചായത്തിൽ നിന്നുമായിട്ടുള്ള മെമ്പേഴ്സും അവരുടെ ചെയർപേഴ്സൺസുമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതും ഇവരോടൊപ്പം തന്നെയുള്ള ഇവരുടെ ഫാമിലി മെമ്പേഴ്സും ഇവരുടെ കുടുംബശ്രീയിലുള്ള മെമ്പേഴ്സുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ മത്സരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും മാളയിലെ ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരെ നിങ്ങൾക്ക് ഒത്തിരി തിരക്കും ഒത്തിരി ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മാക്സിമം രസിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ദിവസം ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. എന്തായാലും ഇനി നമ്മളൊരു മത്സരം നടക്കാൻ പോവുകയാണ്. ഈ മത്സരത്തിൽ നമുക്ക് 4 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വേണ്ടത്. ആദ്യം വരുന്ന ആരാണ്? അതാണ് നല്ലൊരു കൈഡി. എന്താണ് പേര്? എന്റെ പേര് സജിത ഷിബു. ഏത് കുടുംബശ്രീ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്? മാള പഞ്ചായത്തിലെ തൻകുളം ദീപം സംഘത്തിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലേക്ക് സ്വാഗതം. ഇനി വരുന്നതാരാണ്? അടുത്തതാരാണ്? അപ്പോൾ എന്തായാലും പരിചയപ്പെടാം. എൻ്റെ പേര് ബിന്ദു വിൽസൺ. ഞാൻ അന്നമനട ഗ്രാമപഞ്ചായത്തിൽ നിന്നും വരുന്നു. എൻ്റെ കുടുംബശ്രീയുടെ പേര് ശലഭം കുടുംബശ്രീ. ഞാൻ തൃശ്ശൂർ ജില്ലാ മിഷന്റെ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി മത്സരത്തിൽ പങ്കെടുക്കാൻ ആരാണ് വരുന്നത്? എന്താണ് പേര്? എൻ്റെ പേര് ഷെർലി ജോയ്. ഞാൻ മാള പഞ്ചായത്തിൻ്റെ CDS മെമ്പറാണ്. എൻ്റെ കുടുംബശ്രീ സംഘത്തിൻ്റെ പേര് ഐക്യം കുടുംബശ്രീ എന്നാണ്. ഐക്യം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനി മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആരാണ്? എന്താണ് പേര്? രത്നശേഖരൻ. രത്നശേഖരൻ. ഏത് യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് CDSലാണ്. എൻ്റെ കുടുംബശ്രീ ചന്ദ്രോദയം കുടുംബശ്രീയാണ്. ഒരു നല്ല കാര്യം കിട്ടെ. താങ്ക് യു. ഓക്കെ, എന്തായാലും മത്സരം ആരംഭിക്കാൻ പോവാണ്. മത്സരത്തിൽ ആദ്യം പങ്കെടുക്കാൻ പോകുന്നത് 2 പേരാണ്. വളരെയധികം സ്നേഹത്തോടെ ക്ഷണിക്കാം. സ്പോർട്സ് താരം വരൂ. ചേച്ചി ചാക്കിൽ കയറുമോ? എന്തായാലും ശ്രമിക്കാം. എന്തായാലും 2 പേർക്കും എല്ലാവിധ ആശംസകളും. നല്ലൊരു കൈഡി. എങ്ങനെ ഇതിനുള്ളിൽ കയറുക? ഇനി ഈ ബലൂൺ കെട്ടാം. ഇതെന്താ ഇത്? ഓ, മത്സരം ആരംഭിക്കാൻ പോവാണ്. ആദ്യ റൗണ്ടിൽ മത്സരിക്കുന്നത് ബിന്ദു ചേച്ചിയും ഷേർലി ചേച്ചിയുമാണ്. അപ്പോൾ ഷേർലി ചേച്ചി കരാട്ടെ ആണെന്നും കൂടി പറഞ്ഞു കേട്ടു. കരാട്ടയൊക്കെ കയ്യിൽ വെച്ചാൽ മതിട്ടോ, ഇവിടെ എടുക്കണ്ട. ആക്രമിക്കരുത് ഒരു കാരണവശാലും. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഒരാൾ കൂടി നമ്മുടെ ഈ മത്സരത്തിൽ ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫീമെയിൽ ആങ്കറാണ്. പ്ലീസ് ഒരു കൈഡ് കൊടുത്തോട്ടാ. കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയാണ്. കുറച്ച് ലേറ്റായി. ഞാൻ ആക്ച്വലി അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടതാണ്. പക്ഷേ ബസ് ഒന്നിടക്ക് ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. വേണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ കൂടെ മുന്നേ പുറപ്പെടാമായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങാം അല്ലേ? മത്സരത്തിനെ കുറിച്ച് പറയുന്നു. ഇതിൽ ഈ ഒരു സർക്കിള് നമ്മൾ നടുക്കുന്ന ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവർ 2 പേരും അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്. 2 പേരും ചാക്കിൻ്റെ ഉള്ളിലാണ്. 2 പേർക്കും 3 ബലൂൺ വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാൻ പാടില്ല. വരാതെ തന്നെ ഈ ബലൂൺ പൊട്ടിക്കണം. പിന്നെ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു കൈ ചാക്ക് താഴെ പോകാൻ പാടില്ല. ഒരു കൈ ചാക്കിൽ പിടിക്കുക, മറ്റേ കൈ കൊണ്ട് ബലൂൺ പൊട്ടിക്കുക. ഒരു കാരണവശാലും ആക്രമിക്കരുത്, ഉപദ്രവിക്കരുത്. നമുക്ക് തുടങ്ങാം അല്ലേ? റെഡിയല്ലേ? നല്ലൊരു കൈ വേണ്ടേ? ബിന്ദു ചേച്ചി ആൻഡ് ഷേർലി ഇവർ 2 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. 2 പേർക്കും നല്ലൊരു കൈ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കൈയടി അവിടെ പോട്ടെ. കൈയടി പോട്ടെ. ഹൈ ഹൈ ഹൈ. ഒരു കൈ കുറച്ചൊരു ഇന്നസെന്റ് കേറിണ്ടല്ലേ? ശരി. ഹൈ 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 ഹൈ. എൻഡിശ്രാ. ഹൈ 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 ഹൈ. കൈയടി വേണ്ടേ? നല്ല കൈയടി. ഇടി. ഇതെന്താ പുലികളിയാണോ അത്? പൊട്ടിയേ. കരാട്ടയാണ് ദൈവമേ. ലൈന് ശ്രദ്ധിച്ചോളൂ. ലൈനൊന്നും മാറിപ്പോണ്ട. ലൈൻ ഇപ്പുറത്ത് വരാൻ പാടില്ല കേട്ടോ. പൊട്ടിയാനിപ്പ ഇനി ഇക്കറ് കയറ്റിട്ടെ. അല്ല ചാക്കേറ്റിട്ടെ. അപ്പൊ ഏതായാലും ഒരു ബലൂൺ പൊട്ടിച്ചു. ഒട്ടും വിട്ടുകൊടുക്കരുത്. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്രമിക്കരുത് കേട്ടോ. ആക്രമിക്കരുത്. വീണ്ടും മത്സരം ആരംഭിക്കുന്നത്. 1 2 3 സ്റ്റാർട്ട്. കൈയടിക്കോ?
വാ പൊട്ടിക്കൂല പൊട്ടിക്കൂല, വെറുതെ വന്നാ മതി, പൊട്ടിക്കൂല. പൊട്ടിക്കില്ല. വായോ വായോ. ഹൈ 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 ഹൈ. കണ്ണിക്കുത്തല്ലേ. ഇവിടെ ജയ് വിളിക്കാൻ ആർക്കാ? ഓക്കെ, ഇപ്പൊ നിലവിൽ രണ്ടുപേരും ഓരോ ബലൂൺ വീതം പൊട്ടിച്ചു കഴിഞ്ഞു. പിന്നെ പറയാനുള്ള എന്താണെന്നറിയോ, ഇവിടെ ഈ രണ്ട് സൈഡും രണ്ടുപേരെയാണ് ജയ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണോ കാര്യങ്ങള്? തീർച്ചയായും രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യുന്നു ബിന്ദു ആൻഡ് ഷേർലി. അപ്പൊ എന്തായാലും മത്സരം വീണ്ടും ആരംഭിക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. അവസാന പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്നെ ഞാനിന്ന് കൊല്ലുവാ കുരുത്തം കെട്ടവന്. നിങ്ങൾ രണ്ടുപേരും ചവിട്ടുകാടം കളിച്ചിട്ടുണ്ടോ? നമ്മളിനി സമയം കൊടുക്കാൻ പോവാണ്. 2 മിനിറ്റാണ് ഇനി നിങ്ങൾക്ക് സമയം. ആ 2 മിനിറ്റിനുള്ളിൽ ആരാണോ ഇനിയുള്ള ബലൂൺ പൊട്ടിക്കുന്നത് അവരായിരിക്കും ഈ ഫൈനലിലേക്ക്, വിന്നർ അല്ല, ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുന്നത്. പൊട്ടിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഔട്ടാവൂല. ഒന്നുകൂടി മത്സരിക്കും. 2 മിനിറ്റ് കൂടെ തരും. അത് കഴിഞ്ഞ് പൊട്ടിച്ചില്ലെങ്കിലോ ഒരു 20 മിനിറ്റ് വരും. അപ്പോഴേക്കും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അതാവും. അപ്പൊ ഏതായാലും മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. 2 മിനിറ്റ് ആണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. നല്ല കൈയിടട്ടെ. ഷേർലി ജയിക്കുന്ന പറയുന്നത്. ഷേർലി ജയിക്കുന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾ ആര് ജയിക്കും? രണ്ടുപേരും മോശമല്ല, 2 ടീമിനും ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണ്. ഒരു ടീം പറയുന്നു ഷേർലി ജയിക്കുന്നു, മറ്റേ ടീം പറയുന്നു ബിന്ദു ജയിക്കുന്നു. എന്തായാലും 2 മിനിറ്റ് ആണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. 15 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. 30 സെക്കൻഡിലേക്ക് എത്തുന്നു. ഇനി 1.5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. പൊട്ടിക്കലേ. ബിന്ദു 20 സെക്കൻഡ് ഉള്ളൂ. എന്തായത് 10 സെക്കൻഡ്. ഇനി വെറും 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. എണ്ണി തുടങ്ങണോ? 10 9 8 7 6 5 4 3 2 1. ഓക്കെ, എന്തായാലും ബിന്ദു ചേച്ചിയും ഷേർലി ചേച്ചിയും ഒപ്പത്തിനൊപ്പമാണ്. രണ്ടുപേരും ഓരോ ബലൂൺ വീതം പൊട്ടിച്ചിട്ടുണ്ട്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് പോയി റെസ്റ്റ് ചെയ്തു. കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ശക്തിയൊക്കെ ഒന്ന് ആർജിച്ചിട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത 2 പേര് ഈ വേദിയിലേക്ക്. ഓക്കെ, എന്തായാലും 2ാം റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവാണ്. അതിനായിട്ട് 2 പേരും തയ്യാറായി നിൽക്കുകയാണ്. രത്ന ചേച്ചി ആൻഡ് സജിത. 2 പേർക്ക് നല്ലൊരു കൈഡി വരട്ടെ. ഇതും നേരത്തെ പോലെ 2 ഈ ഭാഗവും ആ ഭാഗമാണോ? അങ്ങനെ തന്നെയാണോ? അപ്പൊ നിങ്ങൾ രത്ന ചേച്ചിയുടെ ഭാഗമാണ്, അവിടെ സജിത. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ജയ് വിളിച്ചോണം കേട്ടോ. മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇടിയുടരുത്. സ്വന്തം ബലൂൺ പൊട്ടിച്ചിരിക്കുന്നു. രത്ന ചേച്ചി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രത്ന ചേച്ചി സജി ചേച്ചി രണ്ടുപേരും ലൈൻ ക്രോസ് ചെയ്യണ്ട. ലൈൻ ഇപ്പുറത്ത് വരണ്ടോ? ലൈൻ സൂക്ഷിച്ചോളൂ. ഒരെണ്ണം കൂടിയുള്ളൂ പൊട്ടിക്കാൻ. അപ്പോ നിലവിൽ സജിതയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. രത്ന ചേച്ചിയുടെ 2 ബലൂണുകൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി ലൈൻ ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ജയവിളി ക്രോസ് ചെയ്ത് ശ്രദ്ധിച്ചോളൂ. ലൈൻ ക്രോസ് ചെയ്യരുത്. അയ്യോ അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് സമയം തീരുമാനിക്കാൻ പോവാണ്. 2 മിനിറ്റ് കൂടി മാത്രമേ ഇനി ദൈർഘ്യമുള്ളൂ. അപ്പൊ എന്തായാലും ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റെഡി 1
2, 3 സ്റ്റാർട്ട്. സജിതയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. രത്നചേച്ചി 2 ബലൂണുകൾ, രത്നചേച്ചിയുടെ ബലൂണുകൾ പൊട്ടിച്ചിട്ടുണ്ട്. ബലൂൺ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നല്ല പ്രോത്സാഹനം. നന്നായി പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റും. രത്നചേച്ചി വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. ഇനി 1 മിനിറ്റാണ് ബാക്കിയുള്ളത്. 1 മിനിറ്റ്. എത്ര സമയം ബാക്കിയുണ്ട്? 1 മിനിറ്റും 15 സെക്കൻഡും കഴിഞ്ഞിരിക്കുന്നു. 1 മിനിറ്റും 15 സെക്കൻഡും കഴിഞ്ഞു. ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 10, 7, 4, 3, 2, 1. 0. എന്തായാലും ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിച്ച 2 പേർക്കും നല്ലൊരു കൈഡി കൊടുക്കാം. ഈ ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് സജിതയാണ്. സജിതക്ക് നല്ലൊരു കൈഡി. ഫൈനൽ റൗണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ ബിന്ദു ചേച്ചി, ഷേർലി ആൻഡ് സജിത 3 പേർക്കും നല്ലൊരു കൈഡി വരട്ടെ പ്ലീസ്. അപ്പൊ ഇതിൽ ആരാണ് ശരിക്കും ചാട്ടക്കാരി എന്നറിയാൻ വേണ്ടി പോവാണ് നമ്മള്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഫൈനൽ റൗണ്ടിൽ നമ്മൾ ലൈന് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബലൂണിന്റെ പൊസിഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോ ഏതായാലും റെഡി അല്ലേ 3 പേരും? മത്സരം ആരംഭിക്കാൻ റെഡി. 1, 2, 3 സ്റ്റാർട്ട്. ആരെ ആക്രമിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരെണ്ണം പൊട്ടിയ ശബ്ദം കേട്ടുല്ലോ. പൊട്ടിയില്ല. കൈയടിക്കൂ, കൈയടിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ മാക്സിമം. ജയ് ജയ്. എല്ലാം പൊട്ടിയില്ല. 2 ബലൂണുകൾ പൊട്ടി. ഇവിടെ 2 ബലൂണുകൾ പൊട്ടിയോ? ആ കരാട്ടക്കാരി ആള് പുലിയാണ്. അയ്യോ, ഷേർലി ചേച്ചിയുടെ 3 ബലൂണും പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾ 2 പേരുമാണ്. നിങ്ങൾ 2 പേരും നേരത്തെ മുന്നത്തെ ഗെയിമിൽ ഉണ്ടായിരുന്ന കളി ഇവിടെ തീർത്തു കേട്ടോ. കളിപ്പ് തീർത്തു. ഈ മത്സരത്തിൽ സജിത ചേച്ചിയാണ് വിജയിച്ചിരിക്കുന്നത്. സജിത ചേച്ചിക്ക് നല്ലൊരു കൈഡി എടുക്കോ. എന്തായാലും 3 പേരും ഈ വേദിയിലേക്ക് വരാം. ഷേർലി ചേച്ചി വരൂ, സജിത ചേച്ചി വരൂ, വിന്നർ വരൂ. ചാക്ക അവിടെ വെച്ചോളൂ. വരൂ. എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ പൊരി വെയിലത്താണെങ്കിലും 3 പേരും വളരെ ആത്മാർത്ഥമായിട്ട് മത്സരിച്ചു. എന്തായാലും 3 പേർക്കും നല്ലൊരു കൈഡി വരട്ടെ. അപ്പോ ഏതായാലും എനിക്ക് തോന്നുന്നു ഷേർലി ചേച്ചി തീരെ പ്രതീക്ഷിക്കാതെയാണ് വന്ന് പൊട്ടിച്ചത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, നന്നായിരുന്നു. പക്ഷെ ഞാൻ ആളുടെ 2 പൊട്ടി, ആളുടെ 3 പൊട്ടിയെന്ന് ഞാൻ വിചാരിച്ചത്. ശരിയാവോ? ശ്രദ്ധിച്ചില്ലായിരുന്നു, അത് പറ്റിപ്പോയേ. ഒരു നിമിഷം ശ്രദ്ധ പാടിപ്പോയത്. അത് മറച്ചു വെച്ചു, ഒന്നും പൊട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അല്ലേ? എന്തായാലും ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് സജിതയാണ്. സജിതക്ക് നല്ലൊരു കൈഡി കൊടുക്കും. 3 പേരും നന്നായിട്ട് തന്നെ മത്സരിച്ചു എന്നുള്ളതാണ്. പിന്നെ വേറെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇദ്ദേഹം വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം ഇവിടെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഏതൊരു സ്പോർട്സ്, എന്തൊരു കളി കളിക്കുമ്പോൾ അതൊരു വലിയ ഒരു പോസിറ്റീവ് കാര്യമാണ്. നമ്മുടെ ബോക്സിങ്ങിനൊക്കെ പോകുമ്പോൾ ആദ്യം ഇടിക്കണേക്ക് മുമ്പ് ഒരു കൈ കൊടുക്കില്ലേ? അതായിരിക്കും ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ടാണല്ലോ. അപ്പൊ അതായത് സംഭവം കളിയിൽ ഞാൻ ജയിച്ചു, എന്നാലും നമ്മൾ സ്നേഹത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു നല്ലൊരു കൈയടി കൊടുക്കോ. അതാണ് കുടുംബശ്രീയുടെ ഐക്യം എന്ന് പറയുന്നത്. എന്തായാലും മാള കുടുംബശ്രീ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും ഇനി സമ്മാനത്തിനുള്ള സമയമാണ്. അപ്പോ ജോ, സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് 2 പേരെ വിളിക്കണം. ഒന്ന് മാള ADSന്റെ കുടുംബശ്രീ ചെയർപേഴ്സൺ വത്സല ചന്ദ്രബോസ്, സീന സുഗതൻ. ഓക്കെ, എന്തായാലും അവരെ കൊണ്ട് തന്നെ നമുക്ക് ഈ സമ്മാനം പ്രൈസ് കൊടുക്കാം. ഈ വാർഷിക മത്സരത്തിൽ സജിതയാണ് 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനതാരം ശിവ രാമകൃഷ്ണൻ നമുക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് പാടുന്നുണ്ട്. നല്ലൊരു കൈയടി. തനതാനേ തന്ദിനതാനേ തനതാനേ തന്ദിനതാനേ താനാനേ താനിന്നാനേ തന്ദിന്നാനേ. നാൽക്കവല വഴിയോരത്ത് പേരാലിൻ കൊമ്പത്ത് കൂട് കൂട്ടുന്ന പുള്ളിക്കുയിലേ. തനതാനേ തന്ദിനതാനേ തനതാനേ തന്ദിനതാനേ താനാനേ താനിന്നാനേ തന്ദിന്നാനേ. കുയിലാളെ പെണ്ണാളെ പുള്ളിക്കുയിലാളെ
ആൺകിളിയെവിടെ തനതാനേ തന്തിനതാനേ തനതാനേ തന്തിനതാനേ താനാനേ താനിന്നാനേ തന്തിന്നാനേ ആൺകിളിയില്ലാഞ്ഞിട്ടല്ല കൂട്ടിരിക്കാൻ കൂടാണ്ടല്ല പോരും വഴിക്കവനൊരു പന്തലു കണ്ടേ തനതാനേ തന്തിനതാനേ തനതാനേ തന്തിനതാനേ താനാനേ താനിന്നാനേ തന്തിന്നാനേ തെങ്ങോല കുരുത്തോല ഞാട്ടിയ പന്തലിൻ്റെ കാലിലിരുന്നാടാൻ പോയതാണേ തനതാനേ തന്തിനതാനേ തനതാനേ തന്തിനതാനേ താനാനേ താനിന്നാനേ തന്തിന്നാനേ. അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടുള്ള മത്സരങ്ങളും ഇവരുടെ കുറേയധികം വിശേഷങ്ങളും മനോഹരമായിട്ടുള്ള ഗാനമൊക്കെ നമ്മൾ ആസ്വദിച്ചു. അതെ, നമ്മുടെ ചാട്ടക്കാരി ഗെയിം വളരെ എന്റർടൈനിങ് ആയിരുന്നു. നാടൻപാട്ട് അതിമനോഹരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച പോലെ തന്നെ നിങ്ങളും ആസ്വദിച്ചിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവർക്കും ബൈ.